ഇന്ന് നമ്മൾ രണ്ടുപേരും എങ്ങോട്ടേക്കാന്നല്ലേ? അതെ, നമ്മളിന്ന് പോകുന്നത് മാർക്കറ്റിലേക്കാണ്. അതെ, മീൻ മാർക്കറ്റിലേക്ക്. തലശ്ശേരിയിലത്തെ അടിപൊളിയായിട്ടുള്ളൊരു മീൻ മാർക്കറ്റ് ഉണ്ട്, അവിടത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ്. സൈഡിൽ കുറേ ഉണക്കമീനും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ നമ്മൾ നേരെ മുന്നോട്ടേക്ക്. നല്ല സ്മെല്ലുണ്ട്. യാപ്പൂനെയും കൂട്ടി വന്നിനെങ്കിൽ ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരുപാട് തരം മീനുകളുണ്ടായിരുന്നു. അയില ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ കുറേ തരം ചെറിയ ചെറിയ മീൻ ഞണ്ടുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് കുറച്ച് വലിയൊരു ചെമ്മീനായിരുന്നു. പക്ഷേ അതന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് മാറ്റി നേരെ പോയത് ഐക്കൂറ സെക്ഷനിലേക്കാണ്. ചെറിയ ചെമ്മീനാ. അയക്കൂറക്ക് എന്താ വല്ലു? ഇത് എത്ര കിലോ ഉണ്ടാവും? വേണ്ട, ചെറുതില്ല. 10 കിലോ എന്ത് ചെയ്യും? അല്ല, മുറിക്കണ്ട, എനിക്ക് ഫുള്ള് വേണം. ഇല്ല, ഇത് എത്ര കിലോ ഉണ്ടാവും? 1.5 കിലോ. ഇതെല്ലാം എന്താ മീന്? എന്ത്? ഒന്ന് പോയിട്ട് വരും. ARK റോബോട്ടിക്സോ? അടിപൊളി. കല്ലുമ്മക്കായ്ക്ക് എന്താ വില? വലുതിന് 300 വേണം. വലുത് പക്ഷേ 5-6 ഉണ്ടാവുള്ളൂ. ഇത് ടേസ്റ്റ് ഉണ്ടാവോ? വെള്ള ചെമ്മീനെ വളർത്താ? വളർത്തു വേണ്ട. കടലിലെ വെള്ളം. ചെമ്മീൻ തപ്പിപ്പോയ നമ്മൾ ഐക്കൂറ പൊള്ളിക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആവോലി ഈ അടുത്ത് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐക്കൂറയിലേക്ക് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ വളർത്തുണ്ടായിരുന്നു, കല്ലുമ്മക്കായി ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായി ഇന്ന് വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ വളർത്തായതുകൊണ്ട് തന്നെ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കടലിൽ വളരുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബുക്ക് ടൈപ്പായിട്ട് ആൾ തുറന്നു തരാണ്. ആളിതിൽ എക്സ്പേർട്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഓവറായിട്ട് ഫ്ലഷ് കട്ടായി പോവാതെ ആ ബോൺ പീസൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആളിത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല രീതിക്ക് ആക്കി തന്നിട്ടുണ്ട്. അവസാനം അത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ഹാർഡ് ഷേപ്പ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത് താഴെ പറയാൻ മറന്നുകൊണ്ട. അതും വളർത്താം. പൈങ്കിളിയാ? പൈന്തി അല്ലേ? എല്ലാ ചേട്ടന്മാരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം എനിക്ക് 10 കിലോ കൊണ്ട് ഒരു ഐക്കൂറ പിടിക്കണം എന്ന് തോന്നിയിട്ട് അവരെല്ലാവരും കൂടെ അതൊന്ന് പൊക്കി തന്നിട്ടുണ്ട്. ഞാനതെടുത്ത് നൈസായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ആ ചേട്ടൻ ഫുൾ റെഡി ആവുകയാണ്. മുടിയൊക്കെ ചീകി സുന്ദരനാവാനുള്ള തയ്യാറെടുപ്പിലാണ്. എത്ര കിലോന്? എത്രയാ വലിയ? കിലോന് അത് 300 രൂപ, ഇത് 240 രൂപ, അത് 200 രൂപ, അത് 350 രൂപ. വേണോ ഇന്ന് കല്ലുമ്മക്കായി? ഇന്ന് കല്ലുമ്മക്കായി വേണോ? നല്ല കല്ല് ഒഴിച്ചു തരുമോ? എന്നാ 1 കിലോ എടുക്കാം അല്ലേ? എത്ര കിലോ എടുത്താലും 1 കിലോ മതി. വാങ്ങിച്ചു പോയി. വേറെ ആരും ഇല്ല. അതാ കിലോ 40. ഇത് മുഴുവൻ കിലോ 40. അയ്യോ, എനിക്ക് അത്ര ഭാഗ്യൊന്നും ഇല്ല. ഭാഗ്യവാനായ ഭർത്താവുണ്ട്. ഇതാ ഭർത്താവ് ഒന്നെടുത്തോ. എനിക്കല്ലേ ലോട്ടറി എടുക്കുന്ന ശീലം. അത് മതി.
1 കിലോ മതി. കല്ലുമ്മക്കായ് വാങ്ങില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കല്ലുമ്മക്കായ് കണ്ടാൽ നമുക്കൊരു ചായവുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ പൊളിച്ചേരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ റെഡി, എന്നാൽ 1 കിലോ പോരട്ടെ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ കൂടുതലെടുത്ത് 1 കിലോ തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ 1.5 കിലോയോളം വാങ്ങിച്ചിട്ടുണ്ട്. പകുതി നിറയ്ക്കാനും പകുതി കറി വെക്കാനും എന്നുള്ള രീതിയിൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ എന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഈ ചേട്ടൻ എക്സ്പേർട്ടാണ്, ആർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എടുക്കുമ്പോൾ പാമ്പനൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതെടുക്കാനാണ് ഞാൻ മണിക്കൂറുകളോളം കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഡെയിലി ചെയ്യുന്നോണ്ട് നിങ്ങൾ എക്സ്പേർട്ട് ആയിരുന്നു അല്ലേ? നമ്മള് 30 കിലോ വരെ പൊളിക്കലുണ്ട്. 30 കിലോ. ഞാൻ ഈ 1 കിലോ പൊളിക്കണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ സമയം എടുക്കും. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കാറുണ്ടായിരുന്നു. മോള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് സ്ട്രോബെറി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോബെറി തപ്പി ഇറങ്ങിയിട്ട് അത്യാവശ്യം സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് മെയിൻ മാർക്കറ്റിൽ, ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോകേണ്ടി വന്നു. സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി നേരെ വീട്ടിലോട്ട് ഇതിന്റെ കുക്കിംഗ് പരിപാടി. മൈ ഗോഡ്. ഹലോ. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫിഷിനെ കൊണ്ടുള്ള പരിപാടി തുടങ്ങാൻ. ഡേ വ്ളോഗിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ലഞ്ചിന് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കിടിലൻ കല്ലുമ്മക്കായ് കറീൻ്റെ റെസിപ്പിയും ഉണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക കേട്ടോ. തലശ്ശേരി സ്റ്റൈലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഇതേപോലത്തെ കണ്ടെയ്നേഴ്സ് ഇല്ല. ഇത്ര വലുത് 2 കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു അയക്കൂറയാണ്. അപ്പോൾ അത് എന്തായാലും വലിയൊരു കണ്ടെയ്നറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഒത്തിരി അങ്ങോട്ട് ഇളക്കാനും പറ്റില്ല, കാരണം ഇത് ബുക്ക് ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് സിങ്ക് ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ആണ് ഇപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. കല്ലുപ്പൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഏതായാലും നല്ല നീറ്റായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത്തിരി പണിയാണെങ്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കിംഗ് പ്രിപ്പറേഷനും ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഒരു 4-4:30 ആയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി തുടങ്ങിയത്. അടുപ്പ് കത്തിച്ചിട്ട് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ഒരാളെയാണ് ഞാൻ അതിനെ ഏൽപ്പിച്ചതെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇറങ്ങി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അകത്തേക്ക് ഇടേണ്ട കർപ്പൂരമൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അടുത്ത പ്രാവശ്യം ആൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേഷനിലേക്ക് പോവാം. നമ്മൾ അയക്കൂറക്കുട്ടനെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഒരു ഇലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര വലിയ പാത്രമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇല മാത്രമേ രക്ഷയുള്ളൂ. നല്ലൊരു നീളത്തിലൊരു ഇലയും മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വരയിട്ട് കഴിഞ്ഞാൽ ബുക്കൊക്കെ തുറന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പും കാര്യമൊന്നും നോക്കിയിട്ടില്ല. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്തിരി ഗരം മസാലയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. വേറെ ഒരു മസാല പൗഡറും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് മസാല പൗഡറൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതാ ഷൂഷഫ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ,
ഭംഗിക്ക് വേണ്ടി കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ മോയ്സ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തൂവി കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഗ്രില്ലിൽ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി സാഹസമായിരിക്കും ഉള്ളിലേക്ക് എന്തെങ്കിലും നെയ്യോ എണ്ണയോ എന്തെങ്കിലും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്റ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ആ ഗ്രില്ല് ക്ലോസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കത് ബുക്കായതുകൊണ്ട് തന്നെ അതിന് മടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഗ്രില്ലിലേക്ക് വെച്ച ഫിഷ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഹീറ്റ് കയറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ അഥവാ തുറന്ന് നോക്കിയിട്ട് വെന്ത് മതിയായില്ലാന്ന് തോന്നുവാണെങ്കിൽ മാത്രം വീണ്ടും വെച്ചാൽ മതി. കാരണം ഇത് ബുക്ക് ടൈപ്പ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഓൾറെഡി നേരിയതാണ്. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകും. അടിപൊളി. വൈൻഡപ്പ് ആവാൻ വേണ്ടി നമ്മളിതാ കുറച്ച് ഗ്രേപ്പ് ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. അടിയിലോട്ട് കൈയിടും. ഞാനൊന്നും ഒഴിച്ചാനൊന്നും ചെയ്യണ്ട. ഇതൊരു പ്ലേറ്റിലൊന്നും നിൽക്കും തോന്നില്ല ഗായ്സ്. ഇതെന്താണ് തലയോ? പ്രത്യേകിച്ച് ഡിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോഫ്റ്റ് ജ്യൂസി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കിടിലൻ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. ബൈ.